ഞങ്ങൾക്ക് ഉണ്ടായ ഒരു മോളാണ് അവൾ ആദ്യത്തെ. അവളെ ജനിച്ച് കയ്യിൽ തന്ന ആ സമയം തൊട്ട് ഇപ്പം ഈ ഇറക്കി കൊടുത്ത സമയം വരെ ഞങ്ങൾക്കോ അവൾക്കോ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കഴിഞ്ഞു. ഇവിടെ എല്ലാവരും കാത്തിരിപ്പിന്റെ അവസാനമായി നമ്മുടെ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ ഫോൺ ക്ലാസ് പരിപാടി നമുക്ക് ചെയ്യണ്ടേ? നമുക്ക് എല്ലാവർക്കും ഒരു എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലോ കേട്ടോ. ജനിച്ച കാലം മുതൽക്ക് ഒരു വാശിയുള്ളൊരു കുട്ടിയായിരുന്നില്ല. എപ്പോഴും ഞങ്ങളെന്താ പറയണെന്ന് വെച്ചാൽ അതേപോലെ അനുസരിച്ച് ഒരാഗ്രഹങ്ങളോ ഒന്നുമില്ലാണ്ട് അവൾക്ക് ഞങ്ങളെന്ത് ചെയ്തു കൊടുത്താലും അവൾ ഓക്കെ എന്ന് പറയാന്നല്ലാണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്നോ അല്ലെങ്കിൽ അത് എന്നത് മതിയെന്നോ അങ്ങനെ ഒരു എതിരഭിപ്രായം പറയാണ്ടാണ് ഇത്രയും കാലം ഈ ഇന്നലെ വരെയും ഇന്ന് വരെയും അവൾ അങ്ങനെ തന്നെയായിരുന്നു. മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ അറിയാതെ പൊഴിയുന്ന മധുകണമേ. ആ കല്യാണ ആലോചന എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടി ചേച്ചിയുടെ വേലത്തേക്ക് പോയപ്പോൾ ചേച്ചി ആദ്യം വേണ്ട 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 എന്ന് പറഞ്ഞു. അവളുടെ ഇഷ്ടം ഒരു പക്വത എത്തുന്നവരെ ഞങ്ങളോട് മറച്ചു വെച്ചു. അവൾ പക്വത എത്തി അവൾക്ക് ആ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു അത് ഞങ്ങളോട് ഷെയർ ചെയ്തു. അവളെ കൊണ്ടുപോകുന്ന ഗോഗേട്ടനാണെങ്കിലും അടിപൊളിയാണ്, നല്ല രീതിക്ക് നോക്കുന്നത് എനിക്കറിയാം. ഇവിടെ എല്ലാവരും പറഞ്ഞ് ഞാൻ പോകുമ്പോൾ കരയുന്നു. ഞാൻ ഏൽപ്പിക്കുന്നത് ഗോഗേട്ടൻ്റെ കയ്യിലാണെങ്കിൽ അത് അത്രയും സേഫ് ആയിട്ടുണ്ട്. ഒരു തരത്തിൽ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. പിന്നെ എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത്? ചേട്ടനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാന്ന് വെച്ചാൽ ചേട്ടൻ സിമ്പിളാണ്, ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര ലവിങ് ആണ്. അങ്ങനെ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെന്താ എല്ലാ ടൈമും അവൈലബിൾ ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട്. അതിപ്പോൾ എനിക്കെന്നല്ല എല്ലാവർക്കും വേണ്ടിയിട്ടും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഒരു യുഗജേതാവായി ഞാൻ വളരും മനോഹരി നിൻ
ഞാനൊന്ന് ഡാന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്ന ചേച്ചിയും അവള് ഒന്ന് ഡീന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു നോക്കാം. ഞാൻ തിരിച്ചു പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുക. ഞാൻ എലിന്ന് വിളിക്കും, അവളെന്നെ കിളിന്ന് വിളിക്കും. എലി കിളി ബന്ധാണ് ഞങ്ങൾ തമ്മിൽ. ഓക്കെ, ചേച്ചി അടിപൊളിയായിട്ട് ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. ബൈ. ഹാപ്പി മാരീഡ് ലൈഫ് എൻ്റെ ചേച്ചിക്ക്, എൻ്റെ ഗോപേട്ടന്. അവൻ എന്താ പറയാ, അവനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, അത്രയും സൂപ്പറാണ്. എല്ലാവരും കൂടെ അറിയാൻ പാടില്ല. ഞാൻ അറിയില്ല പറഞ്ഞില്ലേ, ഇന്നെങ്ങനെ കരയണോ എനിക്കറിയില്ല. സൂപ്പറാണ്. ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ അഭിനവ് ഒപ്പത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നിമിഷം വരെ അവൻ്റെയും അവളുടെയും ഒരു ഇഷ്ടപ്രകാരം ഞങ്ങൾ ഈ കല്യാണം അത്രയും ഭംഗിയായിട്ട് നടത്തി. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടെ നിന്നു. ഞങ്ങൾ ഹാപ്പിയാണ്, അവർ രണ്ടുപേരും ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.